ഹലോ ബോയ്സ്, ഇന്ന് 3-ാം ദിവസം. എനിക്ക് ഒട്ടും പനിയായിരുന്നു. നല്ല ചുമയുണ്ട്. ചുമ എന്ന് വെച്ചാൽ മിനിറ്റിന് ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ട് വരുന്ന വഴിയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന് വർക്കൗട്ട് ചെയ്യണം, കിടന്നുറങ്ങാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഇന്നത്തെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാം. വീട്ടിൽ വന്ന് വരെ ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റ് കിടക്കാം. കിടന്ന് ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ തന്നെ ഞാൻ ചാടി എണീറ്റ് പോയി മുഖമൊക്കെ കഴുകി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു നേരെ വർക്കൗട്ട് ചെയ്യാൻ പോയി. ഒന്നും നോക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എൻ്റെ ചെസ്റ്റും ട്രൈസപ്പും ആയിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ എനിക്ക് ചെസ്റ്റ് ചെയ്യാൻ ഉള്ള എനർജി റിസർവ് ഇല്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആദ്യം ലെഗ് ചെയ്യാന്ന് വെച്ചു. ലെഗ് ചെയ്തിട്ട് കുറച്ച് ദിവസം ലെഗ് ചെയ്ത് പിന്നെ ട്രൈസപ്പും ചെയ്തു. അത് പിന്നെ ബോക്സിങ്. തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് ബോക്സിങ് ചെയ്തു. വർക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു 15 മിനിറ്റ് ബോക്സിങ് ചെയ്തു. അതോടെ ഞാൻ നിർത്തി, വൈൻഡപ്പ് ചെയ്തു. കാരണം ഈ ലാസ്റ്റ് ബോക്സിങ് സെഷനും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ചുമച്ചിട്ടും കഫക്കെട്ട് കാരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ചുമച്ച് ശ്വാസം കിട്ടാണ്ടായിട്ടാണ് ഞാൻ നിർത്തിയത്. ഇതൊരു മോട്ടിവേഷൻ്റെ കാര്യമല്ല. കാരണം മോട്ടിവേഷൻ നമുക്ക് വരും പോവും. നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ രാത്രി തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ വരും. അത് അടുത്ത ദിവസം ആകുമ്പോൾ പോവും, കാര്യമൊന്നുമില്ല. നമ്മളൊരു ഒന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ പോകും. സോ മോട്ടിവേഷൻ വരും പോവും. പക്ഷെ അതുകൊണ്ട് മോട്ടിവേഷൻ നമ്മൾ നോക്കാണ്ട് ഇത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം. എന്നാൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് മോട്ടിവേഷൻ പോലെ തന്നെ വരും പോവും. അതിലൊരു കാര്യമില്ല. സോ എനിക്ക് മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഐ ആം നോട്ട് മോട്ടിവേറ്റഡ് ഇനഫ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് എത്ര പറയുള്ളൂ, ഇതൊരു ലൈഫ് സ്റ്റൈലാക്കാൻ മെൻ്റലി പ്രിപ്പയർ ആയിട്ട് മാത്രം ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് സഡനായിട്ടൊരു മോട്ടിവേഷൻ വന്നു, എനിക്കിപ്പോൾ ബോഡി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് മാറ്റണം എന്ന് പെട്ടെന്നൊരു മോട്ടിവേഷൻ വന്നതിൻ്റെ പേരിൽ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പെട്ടെന്നൊന്ന് മോട്ടിവേഷൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ പോകും. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് സസ്റ്റെയിൻ ചെയ്യില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, നിൽക്കില്ല. സോ മോട്ടിവേഷൻ ഒന്നുമില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ്. ഇറ്റ്സ് എ ലൂപ്പ്. അതിൽ പെടാതിരിക്കുക. ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക. ആൻഡ് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഡോണ്ട് ഗിവ് അപ്പ്. കംപ്ലീറ്റ് അവർ ടാസ്ക്. Conquer what we have set for ourselves. Stay consistent, stay hard. Bye.